പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് KPSTA എന്ന അധ്യാപക സംഘടന നടത്തിയ LSS എക്സാമിൻ്റെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പ്രഗത്ഭരായ അധ്യാപകർ നിർമ്മിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അധ്യാപക സംഘടനകൾ ഇടുന്നത് അത് മക്കൾ കാണണം, നന്നായിട്ട് പഠിക്കണം. KPSTA നടത്തിയ സ്വദേശ് മെഗാ ക്വിസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്, മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് LSS USS എക്സാം നടത്തിയതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. പേപ്പർ 1 പാർട്ട് 1 മലയാളം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോദം എന്ന പദത്തിന് അർത്ഥമായി വരുന്ന പദമേത്? ആൻസർ സന്തോഷം. 2, ചില പദങ്ങൾ ചേർത്ത് എഴുതിയത് ശ്രദ്ധിക്കുക. ചീറി പ്ലസ് പാഞ്ഞു, ചീറിപ്പാഞ്ഞു. തുള്ളി പ്ലസ് കയറി, തുള്ളിക്കയറി. ഇതുപോലെ താഴെ കൊടുത്ത പദങ്ങൾ ചേർത്ത് എഴുതുക. നോക്കി പ്ലസ് പോയി. എങ്ങനെ എഴുതാം? ആൻസർ നോക്കിപ്പോയി. താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായ പദം എടുത്തെഴുതുക. ആൻസർ സി, ശൃംഗം. 4, ജ്ഞാനാഗ്നി എന്ന കൃതിയുടെ കർത്താവാര്? ആൻസർ ONV കുറുപ്പ്. ആഹാരവുമായി ബന്ധമില്ലാത്ത പഴഞ്ചൊല്ലേത്? ആൻസർ മിന്നുന്നതെല്ലാം പൊന്നല്ല. നെക്സ്റ്റ്, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ആരുടെ വരികളാണിത്? ശ്രീനാരായണ ഗുരു. സൂചനകളിൽ നിന്നും തിരിച്ചറിയുക. ആധുനിക കവിയത്രത്തിൽ ഉൾപ്പെടുന്നു. 1878 ജനനം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ബധിരവിലാപം എന്ന കൃതി രചിച്ചു. സാഹിത്യകാരനാണ്. ആൻസർ വള്ളത്തോൾ. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് തിരഞ്ഞെടുത്ത് എഴുതുക. അത് മക്കൾ ഓപ്ഷനൊക്കെ വായിച്ച് നോക്കണം കേട്ടോ. അത് ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. ആൻസർ ബി, കരിമുകിൽ, ഗതകാലം, ചാതുര്യം, ദൃഷ്ടാന്തം. പഞ്ചവാദ്യങ്ങളേവ? ആൻസർ ഡി, ഇലത്താളം, ഇടക്ക, മദ്ദളം, തിമില, കൊമ്പ്. ഇത് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ, മക്കൾ കോളത്തേക്ക് എടുത്ത് എഴുതണം കേട്ടോ. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ പറയണ്ടല്ലോ, മക്കൾക്കറിയാലോ. മലയാളത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ വിട്ടിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളിലും പറയാറുണ്ട് അർത്ഥം സമാനപദം കൃതികൾ പ്രത്യേകം പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പോൾ പഠിച്ച മക്കൾക്കറിയാം അല്ലേ. ഏതാണ്? പാരി. ഓണത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു കവിതയാണ് നൽകിയിരിക്കുന്നത്. കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം, മുറ്റത്തുള്ളോണത്തപ്പനെ നടനേദിച്ചു മുത്തശ്ശി, മീണ മാതാവേകിയ മഷി കൊണ്ടെഴുതി കറുകപ്പൂ ചൂടി, കാമിനി പെട്ടി തുറന്നിട്ടേകിയ കോടിയലക്കിയ മുണ്ടോടെ വെളിയിലിറങ്ങി നടന്നേൻ പൊന്നിള. വെയിലിൽ പൂക്കും മനമോടെ ആനന്ദിക്കുകയില്ലേ ഇപ്പോൾ നോണക്കാലത്തെല്ലാരും, ഇന്നാണല്ലോ പാതാളം വിട്ടിങ്ങോട്ടെത്തുക മാവേലി. എൻ്റെ പൊന്നു മക്കളെ, കവിതയാണ് എനിക്ക് ചെല്ലാൻ അറിയാത്തത് കേട്ടോ. മക്കൾ കവിത ഒരു പ്രാവശ്യം കൂടി വായിക്കണം കേട്ടോ. കവിത തന്നിട്ട് അതിന് ചോദ്യത്തിന് ആൻസർ ചെയ്താണ്ടാവും. അപ്പം മക്കൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇവിടെ ക്വസ്റ്റ്യന്, കണ്ണ് എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ആൻസർ മിഴി. മീണയേകിയ. കണ്ടില്ലേ? ബി, മലയാളം എന്ന പാഠപുസ്തകത്തിലെ ഓമനയുടെ ഓണം എന്ന കവിത എഴുതിയതാര്? ഏറ്റുമാനൂർ സോമദാസൻ. അടുത്തത്, മുകളിലെ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം കേട്ടോ. അതുപോലെ പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ക്ലാസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ നൽകാം. മക്കളത് പോയി കാണണം. ആദ്യം കവിതയ്ക്ക് ഒരു തലക്കെട്ട് വേണം, അതായത് പേര് വേണം. ഫസ്റ്റ് പാരഗ്രാഫിൽ ആരാണ് എഴുതിയത്, ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഒക്കെ എഴുതി ചേർക്കുക. ഇവിടെ ഒളപ്പമണ്ണയാണ്, പ്രശസ്ത കവി ഒളപ്പമണ്ണയുടെ ഒക്കെ പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. അതിനുശേഷം 2ാമത്തെ പാരഗ്രാഫിൽ കവിതയിലുള്ള ആശയം, പിന്നെ ഇഷ്ടപ്പെട്ട വരി, 2 വരി എഴുതിയിട്ട് ഇഷ്ടപ്പെട്ട വരി എഴുതുക. അതിനുശേഷം ഇഷ്ടപ്പെടാനുണ്ടായ കാരണം, ശബ്ദഭംഗി, താളഭംഗി, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ സ്വന്തം അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. എന്നാലും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. സിമ്പിളായിട്ട് എഴുതിയാൽ മതി, കുറേ എഴുതി ചേർക്കണമെന്നില്ല, സിമ്പിളായിട്ട് എഴുതിയാൽ മതി. കൂടുതൽ എഴുതിയാലും കുറച്ച് എഴുതിയാലും ഈ ഫോർമാറ്റ് സ്വീകരിച്ചിട്ട് ഓരോ പാരഗ്രാഫായിട്ട് എഴുതണം, എന്നാലേ മക്കൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഇംഗ്ലീഷിൽ നോട്ടീസ് തയ്യാറാക്കേണ്ട ഒരു ക്ലാസ് വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് നൽകിയിട്ടുണ്ട്. മക്കൾ അതും പോയി കാണണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ, LSSൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള EVSും GK ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഓരോന്നിനും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ഒരു പ്രാവശ്യം കൂടി വിടാം.
വാട്സപ്പ് ചാനലിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ. 12. മഹാകവി കുട്ടമത്ത് കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത് ഗ്രാമത്തിൽ 1880 ഒക്ടോബർ 12 ജനിച്ചു. സംസ്കൃത സാഹിത്യത്തിലും വൈദ്യശാസ്ത്രത്തിലും അവഗാഹം നേടി. നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. കേരള ചന്ദ്രികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചു. 1941 ചിറക്കൽ വലിയ രാജാവ് മഹാകവി സ്ഥാനം നൽകി. ആളിമർദ്ദനം, അമൃതരശ്മി, 10 ഭാഗം, ദേവയാനി ചരിതം, ബാലഗോപാലൻ, നചികേതസ് തുടങ്ങിയ 30-ൽ പരം കൃതികൾ രചിച്ചു. 1943 ഓഗസ്റ്റ് 7 അന്തരിച്ചു. കവിയുടെ ജീവചരിത്രക്കുറിപ്പ് വായിച്ചുവല്ലോ. ഇനി താഴെ പറയുന്ന സൂചനകൾ ഉൾപ്പെടുത്തി SK പൊറ്റക്കാടിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. മുഴുവൻ പേര് ശങ്കരൻ കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ജനനം 1913 കോഴിക്കോട് ജില്ലയിൽ. മരണം 1982. അധ്യാപകൻ, സാഹിത്യകാരൻ, ലോകസഭാംഗം, യാത്രാവിവരണം. കൃതികൾ: ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, രാജവല്ലി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, വിഷകന്യക, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ. പുരസ്കാരങ്ങൾ: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം. മുകളിൽ നൽകിയിട്ടുള്ളതുപോലെ SK പൊറ്റക്കാടിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. മക്കൾക്കറിയാലോ അല്ലേ? ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.